ഒസാമ ബിൻ ലാദൻ എങ്ങനെ വിശ്വാസങ്ങളിൽ നിന്നും ഭീകരതയിലേക്ക് സഞ്ചരിച്ചു? American 11, you trying to call? The cockpit is not answering their phone. Our number 1 is in chat and our 5 is in chat. സമ്പന്നമായ ബാല്യത്തിൽ നിന്നും ആഴമേറിയ ആദർശങ്ങളിലേക്ക് എത്തിയത് എപ്പോൾ? അഫ്ഗാൻ മണ്ണിലെ പോരാളിയുടെ ഉദയം എങ്ങനെയായിരുന്നു? അൽ ഖൈദയുടെ പിറവി എപ്പോഴായിരുന്നു? ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മാനവരാശിക്കെതിരായ ആക്രമണങ്ങളും പിന്നീടുള്ള ചോരപൂണ്ട അധ്യായങ്ങളും എങ്ങനെയായിരുന്നു? പിന്നീടുള്ള ഒളിവിന്റെ നാളുകളിലെ പ്രതിസന്ധികൾ, ഒടുവിൽ ഇതെങ്ങനെ സമാപിച്ചു? എന്തായിരുന്നു ഒസാമയുടെ പാരമ്പര്യം? തീരാത്ത യുദ്ധങ്ങളുടെ ചരിത്രം എന്താണ്? അതിന് ഒസാമയുടെ നാൾ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. They said he had a goal. When one path ends, another begins. He was a kid who was never bad. But pain and pride together ignited a fire in his heart. Osama's story is not merely the journey of a man. It is the beginning of an explosion of an idea. This is his story. Osama bin Laden. നമുക്ക് വിശദമായി പരിശോധിക്കാം. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ട് രചിക്കപ്പെട്ട ഒരു പേരുണ്ടെങ്കിൽ അത് ഒസാമ ബിൻ ലാദൻ എന്നായിരിക്കും. ഒരു കാലഘട്ടത്തെ മാറ്റിമറിക്കുകയും ലോക ഭൂപടത്തിൽ ഭീകരതയുടെ കറുത്ത അധ്യായം എഴുതി ചേർക്കുകയും ചെയ്ത ആ മനുഷ്യന്റെ കഥ സമ്പത്തിന്റെയും ആദർശങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒടുവിൽ കൂട്ടക്കൊലകളുടെയും ഭീകരമായ ഒരു സമാപ്തിയുടെയും നേർചിത്രമാണ്. ഒസാമ ബിൻ മുഹമ്മദ് ബിൻ അവദ് ബിൻ ലാദൻ എന്ന മുഴുവൻ പേരിനേക്കാൾ ലോകം അയാളെ അറിഞ്ഞത് ഭീകരതയുടെ ആഗോള മുഖം എന്ന നിലയിലാണ്. 1957 മാർച്ച് 10 സൗദി അറേബ്യയിലെ റിയാദിൽ ജനിച്ച ഒസാമ പിതാവ് മുഹമ്മദ് ബിൻ ലാദന്റെ 52 മക്കളിൽ ഒരാളായിരുന്നു. കനത്ത സമ്പത്തിന്റെ ഉടമസ്ഥനും സൗദി അറേബ്യയിലെ പ്രമുഖ ബിസിനസ്സുകാരനുമായിരുന്ന പിതാവിന്റെ തണലിൽ സുഖലോലുപമായ ഒരു ബാല്യമാണ് ഒസാമയ്ക്ക് ലഭിച്ചത്. അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ബിൻ ലാദൻ കുടുംബം. റോഡുകളും കെട്ടിടങ്ങളും പാലങ്ങളും നിർമ്മിച്ച് രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യവസായ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അവർ. ഈ സാമ്പത്തിക സുരക്ഷിതത്വം ഒസാമയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരം നൽകി. ജിദ്ദയിലെ എലൈറ്റ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കിങ് അബ്ദുൽ അസീസ് സർവകലാശാലയിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു. ഇവിടെ വെച്ചാണ് ഒസാമയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇസ്ലാമിക മതവാദത്തിൽ വിശിഷ്യ സുന്നി ഇസ്ലാമിന്റെ യാഥാസ്ഥിതിക വ്യാഖ്യാനങ്ങളിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു. അക്കാലത്ത് സർവകലാശാലകളിൽ ശക്തമായിരുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ഒസാമയുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാമിക ലോകം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ വേരുറച്ചു. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ അത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. ഇസ്ലാമിക ഭൂമിയെ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും കടമയാണെന്ന് വിശ്വസിച്ച ഒസാമ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീനുകൾക്ക് സഹായം നൽകുന്നതിനായി പാകിസ്ഥാനിലേക്ക് യാത്ര തുടങ്ങി. തന്റെ കുടുംബ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം അദ്ദേഹം ഈ പോരാട്ടങ്ങൾക്കായി വിനിയോഗിച്ചു. മുജാഹിദീനുകൾക്ക് പണം, ആയുധങ്ങൾ, പരിശീലനം എന്നിവ നൽകുന്നതിന് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം യുവാക്കളെ പോരാട്ടത്തിലേക്ക് ആകർഷിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. ഈ കാലഘട്ടത്തിൽ സോവിയറ്റ് അധിനിവേശത്തെ ചെറുക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായവും മുജാഹിദീനുകൾക്ക് ലഭിച്ചിരുന്നുവെന്നത് വിരോധാഭാസമായി തോന്നാം. ഒസാമ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു സാധാരണ പോരാളി എന്നതിലുപരി ദൈവവിശ്വാസത്തിലൂടെ അധിനിവേശത്തെ ചെറുക്കുക എന്ന പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചു. ഈ ആത്മീയ പ്രേരണ
കേവലം ഒരു പ്രാദേശിക പോരാട്ടത്തെ ഒരു ആഗോള ഇസ്ലാമിക പ്രസ്ഥാനമായി വളർത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. യുദ്ധമുഖത്ത് അദ്ദേഹം നേടിയെടുത്ത അനുഭവ സമ്പത്തും സംഘടനാ പാഠവും അദ്ദേഹത്തെ ഒരു പ്രമുഖ പോരാളിയായും നേതാവായും വാർത്തെടുത്തു. അഫ്ഗാനിസ്ഥാനിലെ പോരാട്ടങ്ങൾ അവസാനിച്ചതിനു ശേഷം ഒസാമ ബിൻ ലാദൻ തന്റെ കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകി. 1988 അദ്ദേഹം അൽ ഖായിദ എന്ന സംഘടന സ്ഥാപിച്ചു. അടിത്തറ അല്ലെങ്കിൽ ആധാരം എന്ന അർത്ഥം വരുന്ന ഈ പേര് ലോകമെമ്പാടുമുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെൽപ്പുള്ള ഒരു ആഗോള ഇസ്ലാമിക പ്രസ്ഥാനമെന്ന ഒസാമയുടെ ദർശനത്തെ പ്രതിഫലിപ്പിച്ചു. അൽ ഖായിദയുടെ ലക്ഷ്യം ക്യാമ്പസുകളിലെ പ്രവർത്തകരെയും പോരാളികളെയും ശാക്തീകരിക്കുക എന്നതിലുപരി അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ഇസ്ലാമിക ലോകത്തിന്റെ ഭീഷണിയായി കണക്കാക്കുകയും അവരെ ആക്രമിക്കുകയും എന്നതുമായിരുന്നു. ഗൾഫ് യുദ്ധത്തോടെ അമേരിക്കൻ സൈന്യം സൗദി അറേബ്യയിൽ നിലയുറപ്പിച്ചത് ഒസാമയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയിൽ പാശ്ചാത്യ സൈന്യം നിലയുറപ്പിക്കുന്നത് ഇസ്ലാമിനോടുള്ള വെല്ലുവിളിയായി അദ്ദേഹം കണ്ടു. തന്റെ പിതൃരാജ്യമായ സൗദി അറേബ്യയുടെ ഭരണകൂടത്തെ പരസ്യമായി വിമർശിച്ച ഒസാമ സുഡാനിലേക്ക് താമസം മാറ്റി. അവിടെ നിന്നും അദ്ദേഹം തന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. സുഡാനിൽ വെച്ച് അൽ ഖായിദയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒസാമ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ഈ ആക്രമണങ്ങൾ വിശദമായി നോക്കാം. At least 5 died, 500 hurt as explosion rips garage in the World Trade Center. On August 7, 1998, nearly simultaneous bombs blew up in front of the American embassies in Nairobi, Kenya, and Dar es Salaam, Tanzania, in America. Attack kills 6 on US coal. Hijacked jet destroyed Twin Towers and hit Pentagon in Day of Terror. കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിലെയും കെനിയയിലെയും അമേരിക്കൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾ അൽ ഖായിദയുടെ ഭീകരമുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ചു. 200-ലധികം നിരപരാധികൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. 2000 യമനിലെ ഏദൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന USS കോളിനെ ലക്ഷ്യമിട്ട് നടന്ന ചാവേർ ആക്രമണത്തിൽ 17 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണങ്ങൾ ഒസാമയുടെ നേതൃത്വത്തിലുള്ള അൽ ഖായിദയുടെ ക്രൂരമായ ലക്ഷ്യങ്ങളെയും സംഘടനാ മികവിനെയും കുറിച്ചുള്ള ഭയം ലോകത്ത് വ്യാപിപ്പിച്ചു. എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം 2001 സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണത്തിന് മുന്നിൽ നിഷ്പ്രഭമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു അത്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ, പെന്റഗൺ എന്നിവയെ ലക്ഷ്യമിട്ട് യാത്രാവിമാനങ്ങൾ ഇടിച്ചിറക്കി നടത്തിയ ഈ ആക്രമണങ്ങളിൽ 3000-ലധികം ആളുകൾ മരണമടഞ്ഞു. ലോകം മുഴുവൻ നടുങ്ങിപ്പോയ ആ നിമിഷം ഒസാമ ബിൻ ലാദൻ എന്ന പേര് ഭീകരതയുടെ പര്യായമായി മാറി. ഈ ആക്രമണങ്ങളിലൂടെ അമേരിക്കയെയും അതിന്റെ സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുള്ള ഒരു ആഗോള യുദ്ധം തന്നെയാണ് താൻ പ്രഖ്യാപിക്കുന്നതെന്ന് ഒസാമ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. 9/11 ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഒസാമ ബിൻ ലാദനെ പിടികൂടാൻ ശക്തമായ നടപടികൾ ആരംഭിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഭീകരതയ്ക്കെതിരായ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഒസാമയ്ക്ക് അഭയം നൽകിയതിനെ തുടർന്ന് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ സൈനിക നടപടി ആരംഭിച്ചു. ഒസാമയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭീകര പ്രവർത്തകരുടെ സഹായം ലഭിച്ചിരുന്നെങ്കിലും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം അദ്ദേഹത്തെ ഒളിവിൽ പോകാൻ നിർബന്ധിതനാക്കി. 1 ദശാബ്ദത്തോളം നീണ്ട ഒളിവ് ജീവിതം നയിച്ച ഒസാമയെ കണ്ടെത്താൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വലിയ പരിശ്രമം നടത്തേണ്ടി വന്നു. The United States has conducted an operation that killed Osama bin Laden, the leader of Al-Qaeda, and a terrorist who's responsible for the murder of thousands of innocent men, women, and children. It was nearly 10 years ago that a bright September day was darkened by the worst attack on the American people in our history. ഒടുവിൽ 2011 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഒസാമ ബിൻ ലാദനെ അമേരിക്കൻ നാവികസേനയുടെ പ്രത്യേക കമാൻഡോ വിഭാഗം ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന ദൗത്യത്തിലൂടെ വധിച്ചു. ലോകത്തെ നടുക്കിയ ആ ഭീകരന്റെ മൃതദേഹം ഇസ്ലാമിക രീതികൾ അനുസരിച്ച് കടലിൽ സംസ്കരിച്ചു. ഒസാമ ബിൻ ലാദന്റെ മരണം അൽ ഖായിദയുടെ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി മന്ദഗതിയിലാക്കിയെങ്കിലും ആ സംഘടന പൂർണ്ണമായും കീഴടങ്ങിയില്ല. പുതിയ നേതാക്കളുടെ കീഴിൽ അൽ ഖായിദയുടെ സാന്നിധ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുണ്ട്. കൂടാതെ ഒസാമയുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ ഭീകര സംഘടനകൾ രൂപപ്പെടുകയും ചെയ്തു.
അതിലേറ്റവും ഭീകരമായ ഒന്നാണ് ഐസിസ്. ഒസാമ ബിൻ ലാദന്റെ കഥ മാനവരാശിയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങളും തീരുമാനങ്ങളും എങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സമാധാനത്തിനും ഭീഷണിയാകാമെന്നതിനുള്ള വലിയൊരു പാഠമാണിത്. മതപരമായ തീവ്രവാദവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും എങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് മനുഷ്യരാശിക്ക് എത്ര വലിയ വിപത്തായി മാറാമെന്ന് ഒസാമയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം $1 ദശലക്ഷം വരുന്ന ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുമുണ്ട്. എന്താണ് ഒരു വ്യക്തിയെ ഇത്രയും ക്രൂരമായ പാതയിലേക്ക് നയിക്കുന്നത്? എങ്ങനെയാണ് ആദർശങ്ങൾ ഭീകരതയായി രൂപാന്തരപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് നിർണായകമാണ്. ഒസാമ ബിൻ ലാദൻ മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പാരമ്പര്യം ലോകത്ത് വിതച്ച ഭീകരതയുടെ വിത്തുകൾ ഇന്നും പുതിയ രൂപങ്ങളിൽ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. Subscribe World Vision. അത് മനുഷ്യരാശിക്ക് എന്നും ഒരു മുന്നറിയിപ്പായി നിലകൊള്ളുന്നു.